നമസ്കാരം. നാവിനെ കുറിച്ചാണ് പറയുന്നത്. മനുഷ്യ ശരീരത്തിൽ പല തരത്തിലുള്ള അവയവങ്ങളുണ്ട്. പക്ഷേ മറ്റുള്ള അവയവങ്ങളെക്കാൾ മൂർച്ചയേറിയ കൊടുവാളിന് സമമുള്ള അപകടകാരിയായ ചെറിയൊരു അവയവമാണ് നാവ്. നാവിനെ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ ലാഭത്താണ്. നാവിന് രണ്ട് വശമുണ്ട്. അതായത് നല്ലത് പ്രവർത്തിക്കാനും അതുപോലെ തന്നെ തീയത് പ്രവർത്തിക്കാനും. അതായത് തളർന്നു പോയൊരു വ്യക്തിയെ അവനെ നല്ല വാക്കുകൾ പറഞ്ഞ് ജീവനിലേക്ക് കൊണ്ടുവരുവാനും, അതുപോലെ തന്നെ ഒരു വ്യക്തിയെ മാരകമായ മുള്ളു വാക്കുകൾ പറഞ്ഞ് അവനെ തളർത്തി മരണത്തിലേക്ക് എത്തിക്കുവാനുള്ള കഴിവ് നാവിനുണ്ട്. അതുകൊണ്ടാണ് നാവിനെ കടിഞ്ഞാണിട്ട് കാത്തു സൂക്ഷിക്കണമെന്ന് പറയുന്നത്. നാവ് വളരെയധികം ദോഷം ചെയ്യുന്നു. നാവിനെ തീയായും പരാമർശിക്കുന്നുണ്ട്. തീ പടർന്നു പിടിച്ചാൽ അത് മുഴുവൻ നാശം വിതയ്ക്കുന്നു. അതുപോലെ തന്നെയാണ് നാവ് ദോഷവും. നാവും തുമ്പത്തു നിന്നും പുറപ്പെടുന്ന അകാരണീയമായ വാക്കുകൾ കലഹം സൃഷ്ടിക്കുന്നു. ഈ കലഹം പിന്നീട് കോപാഗ്നിയിലേക്കും കോപാഗ്നി വിനാശത്തിലേക്കും ചെന്നെത്തുന്നു. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടെ സംസാരിക്കണം. ഫലപ്രദമായിട്ടുള്ള വാക്കുകൾ ഉച്ചരിക്കണം. അനാവശ്യമായ വാക്കുകൾ ഉപേക്ഷിക്കണം. കയ്പ്, വെറുപ്പ്, പക, വിദ്വേഷം, വൈരാഗ്യം, കോപം, അസൂയ, അഹങ്കാരം ഇതൊക്കെ നമ്മുടെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്നു. ആയതിനാൽ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിന് സമർപ്പിക്കണം. നാം ദൈവവുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ മാലിന്യങ്ങളെല്ലാം പുറത്തേക്കൊഴുകി ഹൃദയം ശുദ്ധി വരുത്തുകയും ചെയ്യും. പിന്നെ നമുക്കാരോടും കയ്പും പകയും വിദ്വേഷവും വൈരാഗ്യവും അസൂയും അഹങ്കാരവും പുലർത്തുവാൻ സാധിക്കുകയുമില്ല. നമ്മുടെ ഹൃദയത്തിൽ ദൈവഭയം പുറപ്പെടും. ഹൃദയശുദ്ധി ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുകയും ചെയ്യും. നാം നല്ലവരായി ജീവിക്കുമ്പോഴാണ് ദൈവം നമ്മുടെ കൂടെ വസിക്കുക. അവന്റെ പ്രവൃത്തി നമുക്ക് നോക്കിക്കാണുവാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറണം. കയ്പുള്ള മുനവെച്ചുള്ള സംസാരങ്ങൾ ഒഴിവാക്കണം. ആരെയും ഹൃദയത്തെ തകർക്കുന്ന വാക്കുകൾ പറഞ്ഞ് ഒരുവനെ നശിപ്പിക്കരുത്. അങ്ങനെ ചെയ്താൽ അവൻ്റെ ശാപവും പാപവും നിങ്ങളുടെ തലക്ക് വന്ന് പതിക്കും. ഭൂമിയിൽ നിന്നും നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കുള്ള ആ ഫലം, ആ ശിക്ഷയൊന്നും തമ്പുരാൻ തരികയില്ല. നിങ്ങളുടെ മരണശേഷമാണ്, നിങ്ങളുടെ ആത്മീയമായ ശരീരത്തെയാണ് തമ്പുരാൻ ശിക്ഷിക്കുക. ദൈവം കാണുന്നത് നീതിമാനെയാണ്. നീതിമാന്റെ ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ ആരെയും ദ്രോഹിക്കാതെ നല്ല രീതിയിൽ ജീവിക്കുക. കാരണം മുകളിൽ നമ്മുടെ സാക്ഷാൽ തമ്പുരാനുണ്ട്. നിങ്ങൾ വിചാരിക്കേണ്ട ദൈവമില്ലാന്ന്. ദൈവമുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും പറയുന്നത്. ഞാൻ